നമസ്കാരം. മഹാരാഷ്ട്രയിൽ 5 മാസത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 39 ലക്ഷമാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണമാണിത്. 5 മാസത്തിൽ ഈ അസാധാരണ വർധന എങ്ങനെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി പ്രതിപക്ഷം മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ മറുപടിയില്ല. ചില നിയോജക മണ്ഡലങ്ങളിൽ ആകെ വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നു. പോൾ ചെയ്ത വോട്ടർമാരെക്കാൾ കുറവ് വോട്ട് ആകെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച മണ്ഡലങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഇത്രയും സംശയങ്ങൾ ഉയർന്ന മറ്റൊരു ഘട്ടവും ഉണ്ടായിട്ടില്ല. ഈ പുകമറ ആരാണ് നീക്കുക? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ടി അസഫ് അലി എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, ഈ 39 ലക്ഷത്തിന്റെ കണക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ജിൻഡോ കേൾക്കുന്നുണ്ടോ? അജിംസൈ, നമ്മൾ കേൾക്കാം. നമ്മൾ 2011 അവസാനം സെൻസസ് നടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനത്തെയും വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യാ വർധനയെക്കുറിച്ച് നമുക്കിപ്പോൾ കണക്കുകൾ കിട്ടണമെങ്കിൽ സാമ്പിൾ സർവേയോ അല്ലെങ്കിൽ മറ്റേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സർവേ, അങ്ങനെയുള്ള സർവേകളാണ്. സെൻസസ് എന്നുള്ളൊരു പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും സർവേകളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും 18 വയസ്സിന് മേലെ പ്രായപൂർത്തിയാകുന്ന ആളുകളുടെ ലിസ്റ്റ് അത്തരത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ജനസംഖ്യ 142 കോടി ജനസംഖ്യ കഴിഞ്ഞു എന്നുള്ള കണക്ക് നമ്മുടെ മുമ്പിൽ കിട്ടിയതുപോലെ, അതിൽ കേരളത്തിൽ ഇപ്പോൾ 3.5 കോടിക്ക് മേലെ ജനസംഖ്യ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇത്തരം കണക്കുകൾ കിട്ടുന്നത്. അതിനപ്പുറത്ത് സെൻസസ് പോലെയുള്ളൊരു ഒതൻറ്റിക് രേഖ ഇല്ലാത്തത് കൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ കണക്ക് കണ്ടെത്തിയിട്ടിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ വർഷവും ഇലക്ഷന് മുമ്പ് ചേർക്കപ്പെടുന്ന ഒരു വോട്ടുകളുടെ ശരാശരി കണക്കുകളും വെച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും മാച്ച് ചെയ്യാത്തൊരു കണക്കാണ് 5 മാസത്തെ ഇടവേളകളിൽ 39 ലക്ഷം ആളുകൾക്ക് മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്ത് 18 വയസ്സ് എന്നുള്ള പ്രായപൂർത്തി ആകുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കണക്കാണ്. എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു കമ്മ്യൂണിക്കെ പുറത്തിറക്കിയിരുന്നു. ആ കമ്മ്യൂണിക്കയിൽ ജാർഖണ്ഡ്, മഹാരാഷ്ട്രയും. അപ്പോൾ മഹാരാഷ്ട്രയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം അതിൽ പറയുന്നത് 9,64,87,765 എന്നാണ്. ഇത് ആകെ വോട്ടർമാരുടെ എണ്ണമാണ്. അതിൽ പുതിയതായി ചേർക്കപ്പെട്ടവരുടെ എണ്ണം പറയുന്നില്ല. പകരം പറയുന്നത് 18-19 വയസ്സുള്ള വോട്ടർമാരുടെ എണ്ണമാണ്. അത് മഹാരാഷ്ട്രയിൽ 2,93,206 എന്നാണ്. അപ്പോൾ ഈ കണക്കിൽ നിന്ന് നിങ്ങൾ പുതുതായി ചേർക്കപ്പെട്ട 39 ലക്ഷത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് വേർതിരിച്ചെടുത്തത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അല്ല, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത വോട്ട് 2024 തന്നെ നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യാതിരുന്ന അത്രയും വോട്ടല്ലേ വോട്ടർ പട്ടികയിലുള്ളൂ. ആ വോട്ടർ പട്ടികയിലുള്ള വോട്ടിൻ്റെ ലിസ്റ്റും 2024 തന്നെ നവംബറിൽ നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ലിസ്റ്റ് അനുസരിച്ച്, അതായത് ഒക്ടോബറിൽ പുറത്ത് വന്നിട്ടുള്ള വോട്ടർ പട്ടിക പ്രകാരമുള്ള കണക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞൊരു മിസ്മാച്ച് കാണുന്നു. അതുകൊണ്ടാണ് നമ്മളത് ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ 39 ലക്ഷം കൂടുതലായി വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പിന് കുറേ മുമ്പേ തന്നെ ആരംഭിക്കുമല്ലോ. സ്വാഭാവികമായും ഈ വോട്ടർ പട്ടിക അതത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതൃത്വത്തിന്, പ്രത്യേകിച്ചും പോൾ ഏജന്റുമാർക്ക് ലഭിക്കുന്നതല്ലേ. അത് നിങ്ങൾ പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ? അല്ല ജിംസെ, ഇതൊരു സാമാന്യ യുക്തിയുള്ളൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിസരവും സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കത് യുക്തിസഹമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ബൂത്തിലും കൃത്യമായിട്ട് CPM-ഉം കോൺഗ്രസും, ചില ബൂത്തുകളിലൊക്കെ BJP-യും ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു വോട്ട് അധികം ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിലാണ് വന്നത്, ഏത് വീട്ടിൽ നിന്നാണ്, ഏത് വീട്ട് നമ്പറിലാണെന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം ഇവിടെയുണ്ട്. പക്ഷേ മഹാരാഷ്ട്ര പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ സംവിധാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു തരേണ്ടി വരും. അതല്ലാതെ നമ്മളത് ഈ 39 ലക്ഷം വോട്ട് ചേർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു ഉത്തരവില്ല. അത് നമ്മുടെ പ്രാദേശികമായിട്ട് ബൂത്ത് ലെവലിൽ അത് കോർഡിനേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമായ ഒരു കാര്യമാണല്ലോ. സ്വന്തം വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് അന്വേഷിക്കുക, അതുപോലെ അനധികൃതമായി കള്ളവോട്ടുകൾ, മരിച്ചുപോയവരുടെ വോട്ടുകൾ, താമസ സ്ഥലത്തില്ലാത്തവരുടെ വോട്ടുകൾ, ഇതൊക്കെ ചേർക്കപ്പെട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളൊരു സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്.
നിങ്ങൾക്കത് പരിശോധിക്കാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ സംവിധാനമില്ല. നിങ്ങൾക്കെന്നല്ല, ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ വിജിലൻ്റ് അല്ലാത്തൊരു പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വരുന്ന സ്വാഭാവികമായ ഒരു തിരിച്ചടി, അത് നിയമപരമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ, അതല്ലേ ഇത്? അല്ല അജിംസെ, അതിലൊരു പകുതി ശരിയുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ, പോളിംഗ് നടന്നപ്പോൾ എറണാകുളം, ചാലക്കുടി നിയോജക മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ 2020 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. പല ബൂത്തിലും അവർക്ക് ബൂത്തിലിരിക്കാനുള്ള പോളിംഗ് ഏജന്റുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ പല ബൂത്തിലും അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് അത്തരം ബൂത്തുകളിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ CPM-ന്റെയോ BJP-യുടെ വോട്ട് ഏതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്, ആ ബൂത്തിലുള്ളത് യഥാർത്ഥ വോട്ടറാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം 2020 ഇല്ലായിരുന്നു. പക്ഷേ അവർക്ക് വോട്ട് കിട്ടുന്നുണ്ടല്ലോ. സോ ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളായിട്ടുള്ള ശിവസേനയായാലും അല്ലെങ്കിൽ NCP ആയാലും കോൺഗ്രസ് ആയാലും ഉള്ള സംഘടനകൾക്ക്, പാർട്ടികൾക്ക് ചില ബൂത്തുകളിലൊക്കെ ഇത്തരം സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ശേഷിക്കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് സംഘടനാപരമായിട്ടുള്ള ഇത്തരം പാർട്ടികളുടെ ശേഷിക്കുറവിനപ്പുറത്ത് ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കാത്തു സൂക്ഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അങ്ങനെ മാൽ പ്രാക്ടീസസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം കൂടി ഇലക്ഷൻ കമ്മീഷൻ പുലർത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുക്കുന്നു, കോടതിയിൽ വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ യാതൊരുവിധ മാൽ പ്രാക്ടീസസും ഉണ്ടാകില്ല എന്നുള്ള ഗ്യാരണ്ടി ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഇലക്ഷൻ കമ്മീഷനാണ് നിയമപരമായിട്ട് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും ഈ 39 ലക്ഷം വോട്ടുകളുടെ ക്രമവിരുദ്ധമായിട്ട് ചേർക്കപ്പെടുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുമാണ്. പക്ഷെ അവരത് ശ്രദ്ധിക്കാത്തത് അവരുടെ യജമാനോടുള്ളൊരു കൂറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ 5 മാസത്തെ ഇടവേളകളിൽ 2 തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒന്ന് വിധാൻസഭ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ 5 മാസത്തിൽ 39 ലക്ഷം വോട്ടർമാരുടെ വർധന ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു കാര്യം, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് കൂടുതൽ വലിയ ഏറ്റക്കുറച്ചിലുകളില്ല. അതേസമയം BJP സ്ഥാനാർത്ഥികൾക്ക് ആ വോട്ടിനപ്പുറം BJP സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകൾ ആകെ കൂട്ടി നോക്കുമ്പോൾ ഈ 39 ലക്ഷത്തിലേക്ക് വരുന്നു എന്നും കൂടി രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഈ ആരോപണം കുറെ കൂടി ഗൗരവമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ടതല്ലേ? എന്നാലും ഞാനിവിടെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അജിംസും പിന്നെ അതുപോലെ ശ്രീ ജിൻഡോ ജോണും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിലെ ഒരു സുപ്രധാനമായ ഒരു റിമാർക്ക് ഇവിടെ പറഞ്ഞില്ല. അത് 9.5 കോടി വോട്ടർമാരുള്ള മഹാരാഷ്ട്രയിൽ 9,57,057 ലക്ഷം പേര് വോട്ട് ചെയ്തു. അതായത് ഏകദേശം 107% അവിടെ വോട്ട് ചെയ്തു എന്നൊരാരോപണം കൂടി രാഹുൽ ഗാന്ധി ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതെന്താണ് നിങ്ങളാരും പറയാതിരുന്നതെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. ഇനി മറന്നുപോയതാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം 107% വോട്ട് മഹാരാഷ്ട്രയിലുണ്ടായി. പ്രസാദിൽ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് അവിടെയുള്ള മുതിർന്ന പൗരന്മാർ, അഡൾട്ട് വോട്ടേഴ്സ്, അതായത് 18 വയസ്സിന് മുകളിലുള്ള വോട്ടർമാരുടെ എണ്ണം അവർ കഴിഞ്ഞ വർഷത്തെ ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേയിൽ നിന്ന് എടുത്തിട്ട് അത്രയും മുതിർന്ന ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ വോട്ടർമാരുടെ എണ്ണം കൂടി എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അല്ല, അതാണ് പറഞ്ഞത്. എല്ലാ മീഡിയയുടെയും ഹെഡ്ലൈൻ നിങ്ങൾ എടുത്ത് നോക്ക്. രാഹുൽ ഗാന്ധിയുടെ കണക്ക് പ്രകാരം 107% പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കണക്കുകൾക്ക് ഒന്നാണ് ഈ 37 ലക്ഷം. എനിക്കറിയില്ല, ഇനിയിപ്പോൾ അത് വരും ദിവസങ്ങളിലെ കാര്യം. ഇതാണല്ലോ, ആദ്യം ഒരു വെടിവെട്ടിക്ക് ഒരു വിവാദം ഉണ്ടാകില്ല. അതിനങ്ങനെ നിസ്സാരവൽക്കരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. ആകെ വോട്ടർമാരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് പറയുന്നില്ല. ഫോം 17 പ്രകാരം എല്ലാ ബൂത്തിലെയും വിവരങ്ങൾ ഞങ്ങൾ ഏജന്റുമാർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് ക്രോഡീകരിച്ച കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. അത് കോടതിയെ സമീപിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെന്നേ ഈ പറഞ്ഞാലേ, അവിടെ 66% കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. കൃത്യമായ കണക്കുള്ളതാണ്. പിന്നെ ഇവർക്ക് അവിടെ തോറ്റതിൻ്റെ ഒരു കാരണം ജിൻഡോ ജോൺ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അവർക്കവിടെ ശക്തിയില്ല, അവർക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല, അവർക്ക് പ്രവർത്തിക്കാൻ ആളില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തോൽക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായ കാര്യമാണത്. അവരെ കൊണ്ട് കൊള്ളില്ല, ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ളതിൻ്റെ തെളിവ് അദ്ദേഹം തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ദൗർബല്യത്തിൽ അവർ ലോക്സഭയിൽ വിജയിച്ചു. അല്ല, അത് തന്നെയാണ്. ഇനി എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പം അതല്ല പറഞ്ഞ, അപ്പോൾ ഈ ഒരു 4-5 മാസത്തിനിടയിൽ ഇവരുടെ സംഘടന മുഴുവൻ തകർന്നു പോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അന്ന് അവരുടെ സംഘടന നന്നായിട്ട് പ്രവർത്തിച്ചു. ഈ 5 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ സംഘടന ഇല്ലാതായിപ്പോയി. എന്തൊക്കെയാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്? ഇവർ പറയുന്നതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. നാളെ ഡൽഹി കിട്ടാൻ പോകുന്ന ആനമുട്ടയ്ക്ക് അഡ്വാൻസ് ആയിട്ടൊരു ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഇത്. അതാണ് ഈ തലേ ദിവസം ഇപ്പോൾ ഈ ധൃതി പിടിച്ചുള്ള ഈ പത്രസമ്മേളനത്തിൻ്റെ ഈ വിവാദം ഉണ്ടാക്കലിൻ്റെയൊക്കെ കാര്യം. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് പറയണ്ടേ? ഇപ്പം ഈ വോട്ടർ പട്ടിക എന്നുള്ളത് പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ അജിംസെ? ആർക്കാണ് വോട്ടർ പട്ടിക കിട്ടാൻ ബുദ്ധിമുട്ട്? വോട്ടർ പട്ടിക എന്നുള്ളത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഏത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്ന കാര്യമാണിത്. ശരി, എല്ലാ ബൂത്തിലേക്കും കിട്ടുന്നില്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ആക്സസബിളാണിത്. ഈ രാജ്യത്തെ ഏത് പൗരനും ആക്സസബിൾ ആയിട്ടുള്ളൊരു സാധനമാണത്. ഇനി അതിൻ്റെ പുറത്ത് പ്രത്യേക ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ 66% വോട്ട് അവിടെ നടന്നിട്ടുണ്ട്. മണ്ഡലം തിരിച്ചുള്ള വോട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആരോപണം ഉന്നയിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഒരു കെട്ടിടത്തിൽ, സത്താറയിലെ ഒരു കെട്ടിടത്തിൽ 7000 വോട്ടർമാർ. ഇതൊരു അനോമലി അല്ലേ? അല്ലെന്ന്, ഇത് ആരോപണമല്ലേ? ഇത് തെളിയിക്കുന്നേ. ഇത് നമ്മുടെ മുമ്പിൽ ഓരോ മണ്ഡലം തിരിച്ചുള്ള വോട്ടുകൾ വരെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് മുഴുവനും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഓരോന്നുമെങ്കിൽ ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും മിസ്മാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കൊണ്ടുവരിക. അല്ലാതെ അവിടെയുള്ള ആകെ വോട്ടർമാരെക്കാട്ടി കൂടുതൽ അവിടെ വോട്ട് ചെയ്തു ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കഷ്ടമാണിത്. വളരെ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് പരസ്യമായി പ്രസിദ്ധപ്പെടുത്താൻ എന്താണ് സാങ്കേതികമോ നിയമപരമായ തടസ്സം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അല്ല, എനിക്ക് കാര്യം പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഉണ്ടല്ലോന്നേ ഞാൻ പറഞ്ഞല്ലേ. 66 ഓരോ മണ്ഡലം തിരിച്ചുള്ള വോട്ട് ഷെയർ, ഓരോരുത്തർക്കും കിട്ടിയ വോട്ട്, ഇത് പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ കൺമുമ്പിലുള്ളപ്പോൾ ഇനി അതിന് വേറൊരു ഡിക്ലറേഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ അകത്തെ ആ യുക്തിയെ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മിസ്മാച്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ന മണ്ഡലത്തിൽ എന്ന് പറഞ്ഞ് ചെയ്യാം. ഇപ്പോൾ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ കെട്ടിടം എങ്കിൽ അവിടെയുള്ള ആ ഒരേ അഡ്രസ്സിലുള്ള എത്ര വോട്ട്, അത് ആരുടെ പേരിൽ, ഇത് നിങ്ങൾക്ക് കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ട്? അല്ലാതെ ഈ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇതാണിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിവാദം എറിഞ്ഞിട്ട് കൊടുക്കുക, രാജ്യത്തെ കുറേ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് ഒരു വിവാദം ഉണ്ടാക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ ചർച്ച ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്ക് അത് അടുത്തതിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഈ സർക്കസുകാർ ഇങ്ങനെ കൂടാരം മാറിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള ഈ ഹിറ്റ് ആൻഡ് റൺ ഇടപാടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ടൊരു ആരോപണത്തിൽ നോക്കിക്കോ, ഇന്നത്തോടുകൂടി നാളത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം തീർന്നു, അവിടെ കഴിഞ്ഞു. ഇല്ല, അതങ്ങനെ തീർന്നില്ല. നവംബറിൽ തുടങ്ങിയതാണ്. അവരിനി കോടതിയെ സമീപിക്കുന്നതാണ് പറയുന്നത്. ചെയ്യട്ടെ, കോടതിയെ സമീപിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ കൃത്യമായ ഡേറ്റ എല്ലാവരുടെയും കൺമുമ്പിൽ എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയല്ലേ ഇതെല്ലാം. ശരി, ശ്രീ അഡ്വക്കേറ്റ് ആസിഫ് അലി, ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രമക്കേട് സംശയങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ നല്ലതാണല്ലോ. ഒരു വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഫ്ലാഗ് ചെയ്യുക എന്നുള്ളത്. ഇത് മാത്രവുമല്ല, നാളെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ യുക്തി എന്താണ്? നമ്മുടെ ജുഡീഷ്യറിയെ പോലെ വളരെ സ്വതന്ത്രമായിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഫെയർ ആൻഡ് ഇൻഡിപെൻഡൻ്റായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഇലക്ഷൻ സ്റ്റാർട്ടഡ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കോടതിക്ക് പോലും ഇടപെടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ പൊന്നുസ്വാമി കേസ് ആദ്യത്തെ വിധി. ഇവിടെ വോട്ടർ പട്ടിക അവിടെ നിൽക്കട്ടെ, അത് ഇവിടെ ചർച്ച ചെയ്തല്ലോ. അവിടെ പ്രശ്നം അതല്ല. നമ്മൾ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഒരു ഭീകര ചിത്രമുണ്ട്. ബോംബെ ഹൈക്കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എസ് ഗഡ്കരി കമൽ കണ്ട, ഈ 2 ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചേതൻ അഹില്യ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകൻ കൊടുത്തൊരു റിട്ട് പെറ്റീഷനാണ്. അതുപോലെ തന്നെ ഒരു പ്രകാശ് അംബേദ്കർ എന്ന് പറഞ്ഞൊരു അഭിഭാഷകൻ, അവർ കൊടുത്തൊരു റിട്ട് പെറ്റീഷനാണ്. ആ റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഷോക്കിംഗ് ആണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തകർച്ച EVM കൂടിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണെന്ന് അറിയുമോ?
ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് പബ്ലിക് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞില്ലേ ബഹുമാന്യനായ സുഹൃത്ത്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായ വിവരങ്ങളാണ് ആ റിട്ട് പെറ്റീഷനിൽ ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് 6 മണിക്ക് ശേഷം വിതരണം ചെയ്ത ഈ ടോക്കന്റെ കണക്ക് ചോദിച്ചു ഇലക്ഷൻ കമ്മീഷനോട്. ലക്ഷക്കണക്കിന് വോട്ടർമാർക്കാണ്, 75 ലക്ഷം വോട്ടർമാർക്കാണ് 6 മണിക്ക് ശേഷം ടോക്കൺ കൊടുത്തു എന്ന് ആ റിട്ട് പെറ്റീഷനിൽ പറയുന്നത്. 75 ലക്ഷം വോട്ടർമാർക്ക് മാത്രമാണോ? അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതാണോ? 288 നിയോജക മണ്ഡലമാണ് മഹാരാഷ്ട്രയിലുള്ളത്. അതിൽ 19 മണ്ഡലങ്ങളിൽ EVM എണ്ണിയ വോട്ടും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ബോംബെ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കായ എലിഗേഷനാണ്. 19 മണ്ഡലങ്ങളിൽ EVM എണ്ണിയ വോട്ടും മൊത്തം പോൾ ചെയ്ത വോട്ടും കൂടുതലാണ്. വേറൊന്നും കൂടി പറഞ്ഞു, 76 മണ്ഡലങ്ങളിൽ EVM എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കുറവാണ്. ഇലക്ഷൻ കമ്മീഷന്റെ 6 മണിക്ക് ശേഷം ഈ പ്രോസസ് ആരംഭിക്കുന്നത് 6 മണിക്ക് ശേഷമാണ്. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ നിയമന രീതിയൊക്കെ മാറ്റി, അത് വേറെ പ്രശ്നം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യത്ത് നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു 17C ഉണ്ട്, ഫോറം 17C. ഓരോ പോൾ ഏജന്റുമാർക്ക് കൊടുക്കേണ്ടതാണ്, പോളിംഗ് ഏജന്റുമാർക്ക്. ഓരോ പോളിംഗ് ബൂത്തിൽ നടന്ന അതിപ്പോൾ കൊടുക്കുന്നില്ല 17C. ഈ റിട്ട് പെറ്റീഷനിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അതാണ്. ഇനി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ഒരു നിരുപദ്രവകരമായ ഒരു ഭേദഗതിയാണ് എന്ന് നമ്മളൊക്കെ കരുതിയ ഒരു ഭേദഗതി, അത് പാർലമെന്റ് കൊണ്ടുവന്നതല്ല. ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂളിലെ 94(3) കുറെ ഭേദഗതി കൊണ്ടുവന്നു. വളരെ നിരുപദ്രവമാണെന്ന് കരുതും. അത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തു പറയാൻ പറ്റാത്ത രേഖകളുടെ എണ്ണം കൂട്ടി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മുന്നിൽ വരച്ച് കാണിക്കുന്ന ചിത്രം എന്താണ്? ഇലക്ഷൻ ഈ ഇലക്ടറൽ റോള് വൺസ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇറ്റ് ഈസ് ഫൈനൽ. അത് പിന്നെ നിങ്ങൾക്ക് പണ്ട് കെ സുധാകരൻ്റെ തിരഞ്ഞെടുപ്പ്, നമ്മൾ കണ്ണൂരിൽ നടന്ന എടക്കാട് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ പെറ്റീഷൻ നോക്കിയപ്പോൾ അതിലുള്ള വോട്ടർമാർക്കെല്ലാം നോട്ടീസ് അയച്ചപ്പോൾ ഒരാൾക്ക് തന്നെ 4 ആളെ പേരിലാണ് നോട്ടീസ്. 4 സമൻസ് പോയപ്പോൾ 4 ആൾക്ക് നോട്ടീസ് അയച്ചപ്പോൾ ഹാജരായത് ഒരാളാണ്. അത് വേറെ പ്രശ്നം. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സാക്രഡ് മിഷനാണ്, ഒരു പവിത്രമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന, അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ആ റിട്ട് പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് നൽകിയത്. അപ്പം ഇതിൽ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇലക്ഷൻ കമ്മീഷന് ബാധകമല്ല എന്ന നിലയിലാണ്. ബീഹാറിൽ ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടന്ന പല ബൂത്തുകളിലും പെട്ടി കാണുന്നില്ല, മെഷീൻ കാണുന്നില്ല എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. അതൊന്നും ഒരു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. ഈ റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹോൾ പ്രോസസ് ഓഫ് മഹാരാഷ്ട്ര ഇലക്ഷൻ ബി ഡിക്ലെയർഡ് വോയിഡ്. അതിന് ഓരോ അക്കമിട്ട ആരോപണങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പറയാനുള്ളത്? ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ ടോക്കൺ കൊടുത്ത ആളുടെ എണ്ണം അറിയില്ല എന്ന് പറഞ്ഞാൽ, ഹൂ ഇഷ്യൂഡ് ദിസ് ടോക്കൺ, ഹൗ മെനി പേഴ്സൺസ് കളക്റ്റഡ് ദിസ് ടോക്കൺ ആൻഡ് എക്സൈസ്ഡ് വോട്ട്സ്, എത്ര ആളാണ്, അത് 6 മണിക്ക് ശേഷം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഈ പ്രീ നമ്പേർഡ് ടോക്കൺ കൊടുത്തിരിക്കുന്നത് 6 മണിക്ക് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയയിൽ ഇത്രയും കൂടുതൽ കാപട്യം, കൃത്രിമം നടന്നു എന്ന് ഒരു കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്, ഹൈക്കോടതിയിൽ. പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ല, ആരോപണമല്ല. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു NGOന്റെ പ്രതിനിധി മിസ്റ്റർ വെങ്കടേഷ് നായിക്, അദ്ദേഹം കൊടുത്തിരിക്കുന്ന RTI ഇൻഫർമേഷനിൽ നിന്ന് പുറത്തു വന്ന, അദ്ദേഹത്തിനൊന്നും കൊടുക്കുന്നില്ല. അയാൾ നിരന്തരമായി ഫൈറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഡസ് നോട്ട് ടാലി. അവിടെയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ EVM മെഷീൻ ഉയർത്തുന്ന വെല്ലുവിളി അത് ചെറുതല്ല, അത് വളരെ ഭയാനകമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ EVMകാരെ ട്രംപിൻ്റെ എതിരാളി ഹയർ ചെയ്ത് കൊണ്ടുപോയേനെ, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ ട്രംപിനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട. അഡ്വക്കേറ്റ് ആസിഫ് അലി, EVM കുറിച്ച് ഉയർന്നിട്ടുള്ള സംശയങ്ങൾ, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തുള്ള മറുപടി,
EVM അല്ല ഇവിടെ പ്രശ്നം. EVM ഇപ്പോൾ പക്കയാണെങ്കിൽ പോലും വോട്ടർ പട്ടിക അട്ടിമറിക്കപ്പെടുന്നു, ഇല്ലാത്ത വോട്ടുകൾ ചേർക്കപ്പെടുന്നു. 5 മാസത്തിൻ്റെ 39 ലക്ഷം വോട്ടർമാരുണ്ട്. ഇനി പ്രതിപക്ഷം EVMന്റെ പുറകെ പോയാൽ മറ്റു രീതിയിൽ അട്ടിമറിക്കപ്പെടുമെന്ന സംശയവും ഉയരുകയാണ്. അത് വോട്ടർ പട്ടികയിൽ പ്രശ്നമാണെങ്കിൽ പിന്നെ EVM ശരിയായിട്ട് കാര്യമുണ്ടോ? ഇതേ വിഷയമായിരുന്നു എടക്കാട് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തത്. കാരണം വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത കുറേ ആളുകൾ വോട്ടർമാരായി വന്നു, അവർ വോട്ട് ചെയ്തു. സുധാകരൻ തോൽക്കുന്നത് ചെറിയൊരു മാർജിനാണ്. അപ്പം ഈ പെട്ടിയിൽ നിന്ന് ഈ വോട്ടുകളെല്ലാം വ്യാജമാണ്. കാരണം ഒരാൾ 2 വോട്ട് ചെയ്താൽ 2 വോട്ടും ഇൻവാലിഡാണ്, വോയിഡാണ്. അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ കേരള ഹൈക്കോടതിയുടെ ഇലക്ഷൻ ട്രൈബ്യൂണൽ കണ്ണൂർ സിറ്റിംഗ് നടത്തി. കാരണം ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തുക, എറണാകുളത്ത് വരുത്തുക അത്ര ശ്രമകരമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു വോട്ടറാണ്, എൻ്റെ പേരിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ചേർത്തിരിക്കുന്നു. കെ സുധാകരൻ്റെ റിട്ട് പെറ്റീഷനിൽ ഈ 10 പേര് എൻ്റെ പേരിൽ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ 10 പേരെ വിളിച്ചു വരുത്തി ഹൈക്കോടതി. വരുന്നത് ഒരാൾ മാത്രമാണ്, 9 ആൾ വരുന്നില്ല. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്താവന നടത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അഗ്രസീവായി ഇലക്ഷൻ പെറ്റീഷൻ രൂപത്തിൽ കൊണ്ടുവന്ന് ഈ കള്ള വോട്ട് ചെയ്ത ആളുകളെല്ലാം വിളിച്ചു വരുത്തുക. അതാണ് അന്ന് എടക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാക്കിയതുകൊണ്ട് പറയാണ്. 10 പേരെ, ഒരാളെ വോട്ട് 10 പേരിൽ ചെയ്തപ്പോൾ ഈ 10 ആളെ സമൻസ് അയച്ച് വിളിച്ചു. പല സ്ഥലത്തും സമൻസ് നടത്താൻ പോയപ്പോൾ തല്ല് കൊടുത്തു അവർക്ക്. കാരണം ആളില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് കൊടുക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് കൊടുക്കും, സൺ ഓഫ് അല്ലെങ്കിൽ വൈഫ് ഓഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ പിടിക്കാൻ വേണ്ട ഒരു അഗ്രസീവ് സിവിൽ സൊസൈറ്റി നമ്മുടെ രാജ്യത്തുണ്ടായേ തീരൂ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഈ വോട്ടർ പട്ടിക ഇഷ്യൂ, അത് ഇലക്ഷൻ പെറ്റീഷനിൽ കൂടി മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്. കാരണം വൺസ് ഫൈനൽ ഇലക്ടറൽ റോൾ ഈസ് പബ്ലിഷ്ഡ് ആൻഡ് ഇലക്ഷൻ പ്രോസസ് സ്റ്റാർട്ടഡ്, പിന്നെ അതിൽ നോ ഡിസ്പ്യൂട്ട്. പിന്നെ നമുക്ക് ഇലക്ഷൻ പെറ്റീഷൻ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നവംബർ മാസത്തിൽ നടന്ന ഇലക്ഷൻ ഇപ്പോൾ ഫെബ്രുവരിയായി. ഇനി എത്ര ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തു എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനേക്കാളും ഗുരുതരമായ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇലക്ഷൻ പെറ്റീഷനിൽ കൂടി മാത്രമാണ്. അതായിരുന്നു തോറ്റ സുധാകരൻ ജയിക്കുകയും ജയിച്ച ഭരതൻ തോൽക്കുകയും ചെയ്തു കണ്ണൂർ. അത് ഇലക്ഷൻ പെറ്റീഷൻ ഒരു എഫക്റ്റീവ് റെമഡിയാണെന്ന് തെളിയിച്ചതാണ്. കണ്ണൂരിലെ CPM ചേർത്ത കള്ള വോട്ടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഞാനായിരുന്നു ഒരു 100 ചില്ലാനം ആളുകൾക്ക് ഞാൻ നോട്ടീസ് അയച്ചു, നിങ്ങളുടെ പേര് 2 വോട്ട് ചേർത്തിട്ടുണ്ട്. ആ നോട്ടീസ് എല്ലാം മടങ്ങി വന്നു. അവർ വലിയ ക്രിമിനൽ പ്രോസിക്യൂഷൻ തുടങ്ങി. അപ്പോഴാണ് കുറേ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ആളില്ല, പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആൾ വേണ്ടേ, ആളില്ല, ഒരാളെ പേര് തന്നെയാണ്. ഒരാൾ 2 വോട്ട് ചെയ്ത 2 വോട്ടും വോയിഡാണ്. കേരള ഹൈക്കോടതി ആ പെട്ടിയിൽ ഭരതന് വേണ്ടി പോൾ ചെയ്ത ആ വോട്ട്, ഇന്ന വോട്ടുകളെല്ലാം 2 ചെയ്തിട്ടുണ്ട്, 1-ൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്, വോയിഡാണെന്ന് പറഞ്ഞ് നീക്കിയപ്പോൾ ജയിച്ച ഭരതൻ തോൽക്കുകയും തോറ്റ സുധാകരൻ ജയിക്കുകയും ചെയ്തു. ഇവിടെ അതല്ല വിഷയം. പ്രധാനമായും എൻ്റെ അഭിപ്രായത്തിൽ ഈ EVM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, EVMൽ രേഖപ്പെടുത്തിയ വോട്ടിനേക്കാളും കുറവാണ് ആക്ച്വൽ വോട്ട്, ഓൾഡ് വോട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. 19 മണ്ഡലങ്ങളിൽ EVM എണ്ണിയ വോട്ട്, മൊത്തം വോട്ടും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ്. ജസ്റ്റ് ഇമാജിൻ അതിൻ്റെ സീരിയസ്നെസ് എന്താണ്. അതുപോലെ തന്നെ ഈ 76 മണ്ഡലങ്ങളിൽ EVM പോൾ ചെയ്ത വോട്ടും ഒന്നേക്കാൾ കുറവാണ്. എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്ത വോട്ടിനേക്കാളും കുറവാണ്. ജസ്റ്റ് ഇമാജിൻ, ഒരു 10 ലക്ഷം വോട്ടാണ് പോൾ ചെയ്ത വോട്ട്, എണ്ണിയ വോട്ട് അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ആരാണ് കാപട്യം? ഇതൊന്നും ഒരു രാഷ്ട്രീയ ആരോപണമല്ല, ടെയിൽ സർക്കംസ്റ്റൻസ് ആണ്. പച്ചയായ സത്യം നമ്മളെ മുമ്പിൽ പല്ലിളിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ ഇതൊന്നും സൂക്ഷിക്കാറില്ല, ഞങ്ങൾ ഇതൊന്നും വെക്കാറില്ല. അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത്? ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലെ ഫെയർ ആൻഡ് ഫ്രീ, നിഷ്പക്ഷമായിരിക്കേണ്ട ഒരു മഹത്തരമായ സ്ഥാപനമാണ് ആർട്ടിക്കിൾ 324 അനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ അത്ര വലുതാണ്. നമ്മൾ കണ്ടില്ലേ, തെരഞ്ഞെടുപ്പായി കാണിച്ചു കൊടുത്തത് മിസ്റ്റർ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായപ്പോഴായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഈ EVMൽ പുറത്തു വന്നിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഞെട്ടിക്കുന്ന ഈ സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മരണമണിയാണോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു, ഭയപ്പെടുന്നു. ശ്രീ ജിൻഡോ ജോൺ, ഈ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തകരുണ്ടോ ഇതൊക്കെ പരിശോധിക്കാൻ, EVM സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കാൻ,
EVM-ൻ്റെ മൂവ്മെൻറ്റ് പരിശോധിക്കാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്, നിങ്ങൾക്കില്ല. ഇനി അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതായത് പ്രതിപക്ഷ കക്ഷികൾക്ക് വേരോട്ടമുള്ള, അടിത്തട്ടിൽ വേരോട്ടമുള്ള സംസ്ഥാനങ്ങൾ, അത് പശ്ചിമ ബംഗാളിലാവട്ടെ, കേരളത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, ഇങ്ങനെയുള്ള അട്ടിമറി വാർത്തകളോ സംശയങ്ങളോ ഒന്നും ഉയരുന്നില്ല. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 ഘട്ടമായി UP-യിൽ ഇലക്ഷൻ നടക്കുമ്പോൾ UP-യിൽ സമാജ്വാദി പാർട്ടി വിജിലൻ്റായിട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം സമാജ്വാദി പാർട്ടിക്ക് ജയിക്കാൻ പറ്റി, അവർക്കവിടെ മുന്നിൽ വരാൻ പറ്റി. അപ്പോൾ പ്രശ്നം നിങ്ങളുടെ ദൗർബല്യത്തെ ആരോ മുതലെടുക്കുന്നു, ആരാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ടാവട്ടെ, ഒരു 8-9 മണിക്കൂർ പോളിംഗ് നടത്തിയ EVM വോട്ടെണ്ണാൻ തുറക്കുമ്പോൾ അതിൽ 90% ബാറ്ററി കാണുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ലോഡ് കണക്കിന് EVM-കൾ സ്ട്രോങ് റൂമുകളിലേക്ക് അർദ്ധരാത്രി വരുന്നു, സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ EVM കണ്ടെടുക്കുന്ന അവസ്ഥ നമ്മൾ ആസമിൽ കണ്ടതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉള്ള പ്രശ്നമാണ്. പക്ഷേ ഇതിനെ എങ്ങനെ പരിഹരിക്കണം? നിയമപരമായി പോകണമോ? ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇലക്ഷൻ റിഗ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കത് തെരഞ്ഞെടുപ്പ് കേസാക്കാൻ പോലും കഴിയുന്നില്ല. പകരം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിനെങ്ങനെയാണോ നേരിടേണ്ടത്? ഇതിന് ഇത്രയും ഗൗരവത്തിൽ കണ്ടാൽ മതിയോ? അജിംസേ, ഇതിൽ ഞങ്ങൾക്ക് കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് മത്സരിക്കേണ്ടത് ഇവിടുത്തെ മതഭ്രാന്തന്മാരോട്, വർഗീയവാദികളോട്, ഇലക്ഷൻ കമ്മീഷനോട്, ഇവിടുത്തെ ചില കോടതികളോട്, ഇവിടുത്തെ മിക്കവാറും എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളോട്, ED-യോട്, CBI-യോട്, അക്കൂട്ടത്തിൽ BJP-യോടും കൂടി മത്സരിക്കണം. അപ്പോൾ ഈ സംഘടിത ഭരണപക്ഷത്തോട് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ വീട് ഞാനൊരു മാസമായിട്ട് അടച്ചിട്ടേക്കുക. എല്ലാ ദിവസവും ആ വീട്ടിൽ കള്ളം കയറണ്ടോ എന്ന് വന്ന് നോക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല അസൗകര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കള്ളന് വന്ന് ഞാൻ നോക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ കയറി കളവ് നടത്താൻ പറ്റുമോ? ഈ രാജ്യത്തൊരു നിയമമില്ലേ? അപ്പോൾ എൻ്റെ വിശ്വാസം ഈ രാജ്യത്തെ നിയമം എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൗർബല്യം എന്ന് തന്നെ വെച്ചോ, ദൗർബല്യം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ ഞങ്ങൾ അങ്ങ് തട്ടിപ്പ് നടത്തിയേക്കാം എന്നാണോ BJP-ക്കാർ വിചാരിക്കുന്നത്? ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 66% പോളിംഗ് നടന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിച്ചു, എത്ര വോട്ടാണ് പോൾ ചെയ്തത്? എണ്ണമില്ല. അതെന്താ ഇല്ലാത്ത ഷാബു പ്രസാദ്? അങ്ങനെ ഒരു എണ്ണം വേണമല്ലോ. 66% എന്ന് പറഞ്ഞാൽ ഒരു കോഡിഫൈ ചെയ്ത ഒരു ശതമാനക്കണക്ക് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു എണ്ണം പറയണ്ടേ? ഇവിടെ താങ്കൾ പറഞ്ഞു 66%. എങ്ങനെയാണ് 66% ആകുന്നത്? ഇലക്ഷൻ നടന്ന 5 മണിക്ക് 58.22% പോൾ ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം. അന്ന് രാത്രി പറയുന്നത് 65.02%. വോട്ട് എണ്ണുന്ന ദിവസം അത് 66.05% വർദ്ധിക്കുന്നു. ഇതെങ്ങനെയാ? 5 മണിക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം പിന്നെ ക്യൂ നിന്ന് BJP-ക്കാരന്മാർ വോട്ട് ചെയ്യുക, അന്ന് രാത്രി മറ്റൊരു കണക്ക് വരിക, വോട്ട് എണ്ണുന്ന ദിവസം വേറെ കുറെ എണ്ണം വരിക. ഇതെങ്ങനെയാ വിശ്വസിക്കുക? ആ വോട്ടെണ്ണൽ ദിനത്തിനിടയിൽ ഏകദേശം 10 ലക്ഷം വോട്ടാണ് വർദ്ധിക്കുന്നത്. വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രം 5,64,00,000 നിന്ന് ഏകദേശം 65,77,000 വോട്ട് കൂടുകയാണ്. 6,59,76,000 വോട്ടോളം വരികയാണ്. അപ്പോൾ ഈ വർധനവ് എങ്ങനെയാണെന്ന് പറയേണ്ടത് ഷാബു പ്രസാദ്? നമ്മളൊക്കെ ഈ രാജ്യത്തെ എല്ലാവരും നരേന്ദ്രമോദിയെ പോലെ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലിരിക്കുന്നവരല്ലോ, സാമാന്യ ബോധമുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ബോധിപ്പിക്കണ്ടേ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഷിർദിയിൽ ഒരു BJP നേതാവിന്റെ കോളേജ് കെട്ടിടത്തിൽ ഒറ്റ ബൂത്തിലാണ് 7,000 വോട്ട് കൂട്ടിച്ചേർക്കുന്നു. സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ സാധിക്കുമോ? അങ്ങനെ എങ്ങനെയാണ് സാധിക്കുക? കേരളത്തിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ അങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടാൽ നമ്മൾ അതിന് എന്താ പറയുക? കള്ള വോട്ട് ചേർത്തുന്നല്ലേ പറയുക? ഇനി 2019 മുതൽ 2029 വരെയുള്ള 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലാവധിക്കിടയിൽ 5 വർഷത്തിനിടയിൽ കേവലം 32 ലക്ഷം വോട്ട് മാത്രമാണ് മഹാരാഷ്ട്രയിൽ ചേർത്തിട്ടുള്ളൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടിയിട്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയ്ക്കുള്ള 5 മാസത്തിനിടയിൽ 39 ലക്ഷം പുതിയ വോട്ട് ചേർക്കപ്പെടുകയാണ്. അതെങ്ങനെയാണ് 5 മാസത്തിനിടയിൽ 39 ലക്ഷം പേർക്ക് പ്രായപൂർത്തിയാകുന്നത്? അതിനൊരു ലോജിക്ക് വേണ്ടേ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കഴിവുകേട് പറയുന്നു, ഈ പണിക്ക് ഞങ്ങൾക്കുള്ളില്ലെന്ന്. ഈ പണിക്ക് ഞങ്ങൾക്കുള്ളില്ല, ശരിയാണ്. ഞങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നടത്തിയെങ്കിൽ നിങ്ങൾ ഇന്ന് ഭരിക്കില്ല. ഞങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ 39 ലക്ഷം പേരെ അനധികൃതമായിട്ട് തള്ളിക്കയറ്റാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരില്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ ഇതുപോലെ വിടുപണി ചെയ്യുന്നവരാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു നിങ്ങൾ ഇന്ന് അധികാരത്തിൽ വരില്ല. നിങ്ങൾ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്നു, നിങ്ങൾ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നു, ഇലക്ഷൻ കമ്മീഷനെ വിടുപണിക്ക് വേണ്ടി വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയാ പ്രതിപക്ഷ പാർട്ടികളുടെ കഴിവുകേടാണെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 140 മണ്ഡലങ്ങളിൽ മാൽ പ്രാക്ടീസസ് നടന്നു എന്ന് പറഞ്ഞ് പൂനം അഗർവാൾ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്.
ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത ആ റിപ്പോർട്ടിനെതിരെ ഒരു പരാതി കൊടുക്കാൻ ആർജവുമില്ല. ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാ സ്ഥാപനമല്ലേ, എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? പറയണ്ടേ നിങ്ങൾ മറുപടി? അതുപോലെ തന്നെ 76 ലക്ഷം വോട്ട് അധികം പോൾ ചെയ്തതായിട്ട്, അതായത് എണ്ണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. ഈ രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 10-35 വർഷമൊക്കെ മുമ്പ് നമുക്ക് ബാലറ്റ് ആയിരുന്നല്ലോ. അന്ന് രാത്രിക്ക് തന്നെ കൃത്യമായിട്ട് ബാലറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടുള്ള ശതമാനവും എണ്ണവും പറയും. ഇന്ന് എന്തേ ഇത്രയും കമ്പ്യൂട്ടർ നിങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റ പുറത്തുവിടാൻ പറ്റാത്തത്? ആരുടെ മുമ്പിലാണ് മറയ്ക്കുന്നത്? കളവുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കാമാത്തി മണ്ഡലത്തിൽ അവിടെ നിലവിലുള്ള വോട്ടർമാരെക്കാൾ കൂടുതൽ പുതിയ വോട്ടർമാരാണ്. ഒരു മണ്ഡലത്തിൽ വോട്ട് ചേർക്കുമ്പോൾ, വോട്ടർ പട്ടികയിലെ പേരുകൾ പരിശോധിക്കുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പുതിയതായിട്ടുണ്ടാകുന്നു. അതെങ്ങനെയാണ് അത്രയധികം ആളുകൾ അവിടെ പെറ്റുപെരുകി ഉണ്ടാകുന്നതിനുള്ള കണക്ക് നിങ്ങൾ പറയണ്ടേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പം താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ പരിശോധിക്കാതിരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയെന്ന്. അങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെയാ? അത് നരേന്ദ്രമോദിക്കെതിരെയുള്ള വോട്ടെടുപ്പായതുകൊണ്ട് മോദി വിരുദ്ധ തരംഗത്തിൽ ആ മഹാരാഷ്ട്രയിലെ മനുഷ്യർ മുഴുവൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വോട്ട് ചെയ്താണോ? എങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കണം. കോൺഗ്രസിന് അവിടെ യാതൊരു പ്രവർത്തനവും ഇല്ല, ഇന്ത്യ മുന്നണിക്ക് ശേഷിയില്ല. പക്ഷെ മോദി വിരുദ്ധതയുടെ പേരിൽ മഹാരാഷ്ട്രയിലെ ആളുകൾ വോട്ട് ചെയ്തു. പക്ഷെ നിയമസഭ വന്നപ്പോൾ നിങ്ങളുടെ BJPയുടെ അല്ലെങ്കിൽ ശിവസേനയുമായി ഉള്ള സഖ്യ ഗവൺമെന്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഒരു ലോജിക്ക് വേണ്ടി പറയുന്നതിന്. ഇനി NCPയിലെ 2 വിഭാഗമുണ്ട്, അജിത് പവാറിന്റെയും അതുപോലെ ശരത് പവാറിന്റെയും. അവർ തമ്മിൽ ഏറ്റുമുട്ടിയത് 39 സീറ്റിൽ 36 സീറ്റിലും അജിത് പവാറിന്റെ പാർട്ടി ജയിക്കുന്നു. എങ്ങനെയാ? അവർക്ക് 58 ലക്ഷം വോട്ടേ ആകെ കിട്ടിയുള്ളൂ. പക്ഷേ ശരത് പവാറിന്റെ പാർട്ടിക്ക് 73 ലക്ഷം വോട്ട് കിട്ടുന്നു. കൂടുതൽ ലക്ഷം വോട്ട് കിട്ടുന്ന പാർട്ടി തോക്കുന്നു. അതെങ്ങനെയാ? ഇനി ഇന്ത്യ മുന്നണിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 10,000-ഓളം വോട്ടുകൾ കുറയുന്നു. BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ 10,000-ഓളം വോട്ടുകൾ കൂടുന്നു. ഇങ്ങനെ 30 ലക്ഷത്തോളം വോട്ട് വെട്ടിക്കളയുന്നു. 39 ലക്ഷം വോട്ടുകൾ അനധികൃതമായിട്ട് ചേർക്കുന്നു. ഇങ്ങനെ സകലമായ രീതിയിലും തോന്നിവാസം കാണിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 8% ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വോട്ടെടുപ്പ് ദിനത്തിൽ നിന്ന് വോട്ടെണ്ണൽ ദിനം വരുമ്പോൾ 8% വർധനവ് പോളിംഗിൽ വർദ്ധിക്കുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. അതിനോടൊപ്പം ഇലക്ഷൻ നടന്ന ജാർഖണ്ഡിൽ 1.86% മാത്രമേ വർദ്ധിച്ചുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഈ രാജ്യത്ത് ഒന്നും ഇങ്ങനെ വർദ്ധിക്കുന്നില്ലല്ലോ. ഈ മെഷീനിൽ ഇത് വോട്ട് പെറ്റുവരികയാണോ? BJPക്ക് അതിനൊരു മറുപടി വേണ്ടേ? ഈ രാജ്യം സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ എന്ത് സുതാര്യതയാണെന്ന് സംശയം ചോദിക്കുന്നവരുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് പറയണം. കാരണം നിങ്ങളാണ് പറയാൻ ബാധ്യത. നിങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഈ രാജ്യത്തെ കോടതികളെയും ഈ രാജ്യത്തെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും നേരിട്ട് നിയന്ത്രിക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന ആ സംവിധാനത്തിൽ നിന്ന് പോലും ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് BJPയുടെ പ്രധാനമന്ത്രിയും BJPയുടെ ആഭ്യന്തരമന്ത്രിയും കൂടി തീരുമാനിക്കുന്ന ആളെ വെക്കുന്നു. അപ്പോൾ നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിഥികളിലേക്ക് തിരികെ ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ജിൻഡോ ലാസ്റ്റ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. വരുന്ന 14-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് നടക്കാൻ പോവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആര് നിശ്ചയിക്കണം എന്നത് സംബന്ധിച്ച് ഈ സർക്കാർ 2023 ഡിസംബറിൽ ഉണ്ടാക്കിയ നിയമത്തെ ചൊല്ലിയാണ്, അതിൻ്റെ സാധുതയെ ചൊല്ലിയാണ്. ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ഫുട്ബോൾ മത്സരത്തിൻ്റെ റഫറി ആര് നിശ്ചയിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനും ആ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും മറു ടീമിൻ്റെ ക്യാപ്റ്റനും മാത്രമായി കഴിഞ്ഞാൽ അവിടെ എന്ത് നിശ്ചയിക്കപ്പെടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു യുക്തി, ഒരു നിയമപരമായ യുക്തി ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത അത്ര ആക്ഷേപങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത സംശയങ്ങൾ ഈ ഘട്ടങ്ങളിലൊക്കെ ഉയരുന്നത്. ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് വോട്ടർമാർക്കുള്ള സംശയം വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. ജിംസ് പറഞ്ഞത് കറക്റ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? അങ്ങനെ ആരോപണം ഉയർത്തേണ്ടവർ ഇതുപോലെയുള്ള ഈ വില കുറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇലക്ഷന് തോറ്റതുപോലെ ഈ രാജ്യത്ത് ഏതെങ്കിലും കക്ഷി തോറ്റിട്ടുണ്ടോ? BJP ആയാലും ജനസംഘമായാലും. പക്ഷേ അവരൊക്കെ ഇലക്ഷന് തോറ്റപ്പോൾ അന്തസ്സായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ, നമ്മുടെ രാജ്യത്തെ സിസ്റ്റത്തിനെ അംഗീകരിച്ച് ജനവിധിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ രാജ്യത്തെ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്ത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ നാണം കെടുത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം കാണിച്ചതുകൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രക്രിയ ചോദ്യം ചെയ്യപ്പെടാതെ ഇരുന്നത്. എന്നാൽ EVM ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷാബു പ്രസാദ് പറയുന്നത് EVM-നെ കുറിച്ച് ആദ്യ സംശയം ഉന്നയിക്കുന്നത് LK അഡ്വാണിയാണ്.
അത് പറയുന്നത് കേൾക്കൂ. അതായത് പുതിയൊരു ടെക്നോളജിയാണ് വന്നത്. ആ ടെക്നോളജിയിൽ കാര്യം ആ കാലത്ത് ഈ VVPAT മെഷീനൊന്നുമില്ല. ചെയ്ത വോട്ട്, താൻ ചെയ്യുന്ന വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് വോട്ടർക്ക് അറിയാനുള്ള സംവിധാനങ്ങളില്ല. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ആർക്കും സംശയം ഉന്നയിക്കാം. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഡെമോക്രസി അറ്റ് റിസ്ക് എന്ന പേരിൽ പുസ്തകം എഴുതിയത് GLV നരസിംഹറാവു എന്ന് പറയുന്ന BJP നേതാവാണ്. ആൾക്കാർക്ക് അത്രയും രൂക്ഷമായ വിമർശനമൊന്നും ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല. അജിംസെ താങ്കൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടരുത് പ്ലീസ്. മറ്റുള്ളവരോട് കാണിച്ചാൽ അതേ മാന്യത കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് സംശയങ്ങൾ ഉന്നയിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അതിലൊന്നും ഒരു സംശയവുമില്ല. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ വളരെ സംഘടിതമായി ആസൂത്രിതമായി തങ്ങൾ തോൽക്കുമ്പോൾ മാത്രം, തങ്ങൾ തോൽക്കുന്നിടത്തു മാത്രം ആരോപണം ഉന്നയിക്കുകയും അവിടെ EVMൻ്റെ പ്രശ്നം പറയുകയും അവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും ഒരേ സമയത്ത് തന്നെ തങ്ങൾ ജയിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ജനാധിപത്യത്തിൻ്റെ വിജയമാവുകയും ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പേരാണ് കള്ളത്തരമെന്നും ഇരട്ടത്താപ്പെന്നും. ശിവപ്രസാദ് ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ ജയിച്ചാലും EVMൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. അവർ 2000 എത്ര പ്രാവശ്യം അഖിലേഷ് യാദവ് അവിടെ ജയിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം അഖിലേഷ് യാദവ് അവിടെ ജയിച്ചിട്ടുണ്ട്? ഈ രാജ്യത്ത് EVM എന്ന് പറയുന്ന സിസ്റ്റം വന്നിരുന്നത് 2001 2001 കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനിലാണ് അത് വ്യാപകമായി ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. 2004, 2009, 2014 പിന്നീട് വന്ന എല്ലാ ഇലക്ഷനിലും EVM ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവർ തന്നെ ജയിച്ച EVMലൂടെ ജയിച്ച ആ തെരഞ്ഞെടുപ്പിനെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണോ ഈ പറയുന്നത്? കോൺഗ്രസ് EVMലൂടെ ജയിച്ച തെരഞ്ഞെടുപ്പുകളെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണോ പറയുന്നത്? 2004 2009 EVMലൂടെ ജയിച്ച അവരുടേത് ജനാധിപത്യ അട്ടിമറിയായിരുന്നു എന്നാണോ അവർ പറയുന്നത്? പറയുന്നതിനൊക്കെ ഒരു മിനിമം ബോധം വേണ്ട. ശരി, രാഷ്ട്രീയമായ എതിർപ്പുകളാകാം, രാഷ്ട്രീയ വിമർശനങ്ങളാകാം, ഒക്കെയാകാം. പക്ഷേ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ഈ രീതിയിൽ ചോദ്യം ചെയ്യുന്ന നോക്കട്ടെ, വളരെ മോശമായിട്ട് പറയുക എന്ന് പറയുന്നത് എന്ത് പറയാനാണ്? അവരുടെ കാരണം അവർക്ക് ആദ്യം അന്തസ്സായിട്ട് തോറ്റാൽ തോറ്റു എന്ന് അംഗീകരിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക, എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, പ്രവർത്തിക്കുക. BJP അതാണ് ചെയ്യുന്നത്. ഇന്ന് വരെ രാജ്യത്തെ ഇലക്ഷൻ സംവിധാനത്തെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ BJP കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനത്തിനെ പറ്റി പറഞ്ഞു. ഈ 2014 ആദ്യമായിട്ട് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഈ രാജ്യത്തെ ഇലക്ഷൻ 1952 തുടങ്ങിയതാണ്. ഇക്കണ്ട കാലം മുഴുവനും ഇലക്ഷൻ കമ്മീഷണർമാരെ എങ്ങനെയായിരുന്നു അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അതിനുവേണ്ടി ഒരു നിയമം കോടതിയിൽ വന്നപ്പോൾ അവിടെ പാർലമെൻറ്റിലൊരു നിയമം വരുന്നത് വരെ, നിങ്ങളൊരു നിയമം ഉണ്ടാക്കുന്നത് വരെ ഒരു ഇൻ്ററീം അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയതാണ്. ഇൻ്ററീമാണത്, അല്ലാതെ ഇക്കണ്ട കാലം മുഴുവൻ തുടർന്നു വന്ന ഒരു രീതിയല്ല. അങ്ങനെ ആ നിയമം ഉണ്ടാക്കുന്നത് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടതില്ല, അത്രേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു പ്രാവശ്യം കോടതി പ്രസാദ്, നമ്മളൊരു മേക്ക് ഷിപ്പ് ക്യാമ്പ് ഉണ്ടാക്കുകയാണ്, അതായത് ഒരു വീട് പണി നടക്കുക. നമ്മളൊരു താൽക്കാലികമായ ഒരു വീട് കെട്ടുകയാണ്. നമ്മൾ താൽക്കാലികമായ വീട് കെട്ടിയിൽ താമസിച്ചു. ഉണ്ടാക്കി വരുന്ന വീട് താൽക്കാലികമായി ഉണ്ടാക്കിയ ക്യാമ്പിനേക്കാൾ ടെന്റിനേക്കാൾ മോശമാണെങ്കിലോ? ഇത് പറഞ്ഞില്ല ഇമാതിരിയുള്ള ഇത് ആണല്ലോ, അതിന്റെ നിഷ്പക്ഷതയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്ത് ഇപ്പം ഇവിടെ ജിൻഡോ പറഞ്ഞത് എന്താ? അവർക്ക് ഇവിടുത്തെ കോടതികളെ വിശ്വാസമില്ല, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ വിശ്വാസമില്ല, സർക്കാരിനെ വിശ്വാസമില്ല. അത് പോട്ടെ, സർക്കാരിനെ വിശ്വാസമില്ല, പിന്നെ ഇലക്ഷൻ കമ്മീഷണറെ വിശ്വാസമില്ല, ഇവിടുത്തെ ഒന്നിനെയും അവർക്ക് വിശ്വാസമില്ല. കറക്റ്റ് രാഹുൽ ഗാന്ധിയുടെ അറിയാതെ നാക്കിൽ നിന്ന് വി ആർ ഫൈറ്റിംഗ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. രാജ്യത്തിനെ അവർക്ക് വിശ്വാസമില്ല, ഈ രാജ്യത്തിലെ ഒന്നും അവർക്ക് വിശ്വാസമില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനേയും ചോദ്യം ചെയ്യാം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇനി ഏതെങ്കിലും കാലത്ത് BJP അല്ലാത്ത ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണെന്ന് കരുതുക. ആ സർക്കാർ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആ സർക്കാരിലെ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുകയാണെന്ന് വിചാരിക്കുക. BJP അതിനെ അംഗീകരിക്കുമോ? അല്ല, അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഒരു നിയമം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കണ്ട കാലം മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് അല്ലായിരുന്നോ ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്? കേന്ദ്ര ഗവൺമെൻറ് അല്ലായിരുന്നോ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്? ഏതെങ്കിലും കാലത്ത് പ്രതിപക്ഷമോ BJP അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന MS ഗില്ല്
അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കോൺഗ്രസിൽ ചേർന്ന് രാജ്യസഭ MP ആയി, ഈ രാജ്യത്തെ മന്ത്രിയായി. അങ്ങേര് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ കോമൺവെൽത്ത് അഴിമതി നടക്കുന്നത്. സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പം ഗില്ല് ഈ രാജ്യത്ത് നടന്ന കാര്യമാണ് പറയുന്നത്. ഇക്കണ്ട കാലം മുഴുവനും ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിച്ചുകൊണ്ടിരുന്ന സർക്കാരായിരുന്നു. ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ കടന്ന് ബഹളം വെച്ചിട്ടുണ്ടോ? സർക്കാർ നിശ്ചയിച്ച ഇലക്ഷൻ കമ്മീഷണർമാർ ആ ഇലക്ഷൻ ഇവിടെ ഇലക്ഷൻ നടത്തിയപ്പോൾ എന്നെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. കാര്യം അത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം അന്തസ്സായിട്ട് നടക്കുന്നു. അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ജനവിധി എന്തോ അതങ്ങോട്ട് അംഗീകരിക്കുക. ശരി, അത്രേ ഉള്ളൂ. അതിനുള്ള മിനിമം അന്തസ്സും രാഷ്ട്രീയമായ ആ ഒരു അന്തസ്സ് വേണം. അഡ്വക്കേറ്റ് അസഫ് അലി, ഇതൊരു ചെറിയ വിഷയമല്ല. അതായത് ഒരു സംശയം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കണം. ആ പ്രശ്നത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കണം. പ്രശ്നം EVM-ൻ്റേതാണോ, അതല്ല വോട്ടർ പട്ടികയുടെ അനധികൃതമായി ആളുകളെ കയറ്റുന്നതാണോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിടാത്തതാണോ പ്രശ്നം? അപ്പോൾ ഈ വിഷയത്തെ സമഗ്രമായി പരിശോധിക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുക, അല്ലെങ്കിൽ അത് കോടതിയെ സമീപിച്ച് നിയമപരമായ റെക്ടിഫിക്കേഷൻ ശ്രമിക്കാതെ വാർത്താ സമ്മേളനം നടത്തുക, ഇതിൽ ഒരു ബാലിശമായ സമീപനം കാണുന്നില്ലേ? കാരണം അത്രയും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറ്റിയ രാഹുൽ ഗാന്ധിയുടെ നടപടി ആശാസ്യമായി തോന്നുന്നുണ്ടോ? കാര്യം പറയാം. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. അത് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഐക്യകണ്ഠേന അംഗീകരിച്ച ഒരു നിയമമായിരുന്നു. അതിലാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2 എമിനൻറ്റ് പേഴ്സൺസ് അവർ ഒരു തീരുമാനം പറഞ്ഞാൽ അത് വീറ്റോ പവർ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. മറ്റ് മെമ്പർമാർ ഒരാളെ പേര് പറഞ്ഞാൽ ഈ എമിനൻറ്റ് പേഴ്സൺസ് പറയുന്നത് വീറ്റോ പവറാണ്. ആ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. പകുതി നിയമസഭകൾ ശരിവെക്കണമെന്നാണ്. അത് 20ഓളം അസംബ്ലികൾ ശരിവെച്ചു. ആ നിയമം എന്തുണ്ടായി നമ്മുടെ രാജ്യത്ത്? സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമന രീതിയിലുണ്ടായ ഏകപക്ഷീയമായ സമീപനം, എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞല്ലോ, മുമ്പ് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ മുമ്പ് ജഡ്ജിമാരെ നിയമിച്ചത് എങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ജഡ്ജിയായിരുന്നു അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. അടിയന്തരാവസ്ഥക്കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വെച്ച 2 സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്നു ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 39ാം ഭരണഘടനാ ഭേദഗതി അസാധുവാക്കിയത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിച്ചത് നിഷ്പക്ഷമായിരുന്നു എന്നതിൻ്റെ തെളിവുകളായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷന് സമാനമായ ഒരു സ്ഥാപനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷനിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്താ ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നത്? നമ്മൾ ട്രാൻസ്പെറൻസി അല്ലേ നമ്മുടെ മുഖമുദ്ര. എന്തേ ഈ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത്? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? 6 മണിക്ക് ശേഷം ടോക്കൺ കൊടുത്ത ആളുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ അറിയില്ല. അപ്പോൾ ആരാണ് കൊടുത്തത്? ആ വിവരം എവിടെ കിട്ടും? ആർക്കും അറിയില്ല. അപ്പോൾ ആ ഒരു വിവരമല്ലേ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സത്യസന്ധതയെ, ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തന രീതിയെ സംശയിക്കുന്നത്? അപ്പോൾ അത് പ്രതിപക്ഷം ആരോപണമല്ല. ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള കേസുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സംഭവങ്ങൾ ഓരോന്ന് റിപ്പീറ്റേഷൻ എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ സ്റ്റഡീഡായ ഒരു മെറ്റീരിയൽസാണ് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനത്തിന് വെള്ളം കുടിക്കേണ്ടി വരും. ഇത് കോമൺ നോളജ് അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ അറിയില്ല 6 മണിക്ക് ശേഷം വോട്ട് ചെയ്ത ആരുടെ എണ്ണം. അവരെന്താ ജോലി പിന്നെ? അപ്പോൾ മാത്രമല്ല, ഞാനതാ നേരത്തെ പറഞ്ഞത്, അതും കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ധൃതിപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന 93(2) എന്ന് പറയുന്ന റൂളിലെ ഭേദഗതി സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവരങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. എന്താണ് കാരണം? നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത്? ഇലക്ഷൻ രാഷ്ട്രീയ ആരോപണമായി ഇതിനെ ചെറുതായി കാണിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ. അതിൽ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ ചോദിക്കുമ്പോൾ കൈമലർത്തുന്നു, ഞങ്ങൾ അറിയില്ല. ആര് വോട്ട് ചെയ്തു 6 മണിക്ക് ശേഷം? 75 ലക്ഷം വോട്ട് ചെയ്തു എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കുമ്പോൾ
കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദം എത്ര വിവരിച്ചിട്ടാണ് പ്രകാശ് അംബേദ്കർ എന്ന് പറയുന്ന അഭിഭാഷകൻ കോടതിയുടെ മുമ്പിൽ നിരത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏറ്റവും നിഷ്പക്ഷമായിരിക്കേണ്ട ഒരു സ്ഥാപനം, ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ വിശ്വാസവും, ആര് ജയിച്ചു പോലും ആര് തോറ്റു പോലും. അപ്പം നമ്മൾ ജയിച്ചതിനുമ്പോൾ നല്ലതും മറ്റേ എതിർ പാർട്ടി ജയിക്കുമ്പോൾ മോശവും എന്നതല്ല ഇവിടെ വിഷയം. ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് അത്. BJP കോൺഗ്രസ് എന്നതല്ല വിഷയം. നമ്മുടെ അയൽവാര രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന ഭീകരത ഇവിടെ വിളിച്ചു വരുത്തലായി പോവും. അതുകൊണ്ടാണ് പറയുന്നത്, സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിച്ചെന്ന് ബോധ്യപ്പെടുത്തണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഈ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ ഒന്നുപോലും അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഈ അനോമലി, ഈ ഡിസ്ക്രിപ്പൻസി എങ്ങനെ സംഭവിച്ചു അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് വോട്ട് കൂടുതൽ, മെഷീനേക്കാൾ കൂടുതൽ, പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ മെഷീൻ കാണിക്കുന്നു? എന്തുകൊണ്ടാണ്? അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ? അത് ചോദിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ്, നിങ്ങൾ തോറ്റത് കൊണ്ടാണ്, അവർ തോറ്റത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിനെ ഫുഫുവായി കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ വിശ്വാസമാണ്. ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ജനങ്ങളുടെ ഒരു ചോയ്സാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നു. അധികാരം ഉപയോഗിച്ച് അവരുടെ ഉള്ളിലുള്ള വിവരങ്ങളെല്ലാം 6 മണിക്ക് ശേഷം അട്ടിമറിക്കപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് എന്നതല്ലേ മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ. എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? ഈ 75 lakhs of votes after 6 PM under what circumstances? എന്താണ് അതിന് വിവരീകരണം? അവിടെയാണ് നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിലും മെഷീൻ കൊണ്ടുള്ള മാനിപ്പുലേഷനിലും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന, നടന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിൽ ജനങ്ങളുടെ, ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ ആശങ്ക. അത് പറയുമ്പോൾ കോൺഗ്രസ് തോറ്റത് കൊണ്ടാണ്, കോൺഗ്രസിന് പ്രവർത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. ലീവ് ഇറ്റ് കോൺഗ്രസ് ഓർ BJP. ഷുഡ് യു നോട്ട് വർക്ക് പ്രോപ്പർലി? നിങ്ങളുടെ സത്യസന്ധത, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. ഈ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ടക്ടർ ഓഫ് ഇലക്ഷൻ റൂൾസിൽ നിങ്ങൾ എന്തിനാണ് ധൃതിപ്പെട്ട ഒരു ഭേദഗതി കൊണ്ടുവന്നത്? പാർലമെന്റിൽ ബഹളമായി. ഭരണഘടനാ ഭേദഗതി വേണ്ട, കാരണം ഇലക്ഷൻ കമ്മീഷൻ അത്രയും വാസ്റ്റ് പവറാണ് അണ്ടർ ആർട്ടിക്കിൾ 324. ആ പവർ വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പം ധൃതിപ്പെട്ട് കൊണ്ടുവരുന്ന ചില ഭേദഗതികളും ഒരു പൗരന് ലഭിക്കേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, 17C എന്ന് പറയുന്ന ആ ഫോം കൊടുക്കുന്നില്ല, പോളിംഗ് ഏജന്റുമാർക്ക് അത് ലഭ്യമാവുന്നില്ല മഹാരാഷ്ട്രയിൽ. അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. നമ്മളെല്ലാം നാടുകളിൽ വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞാൽ ഓരോ പോളിംഗ് ഏജന്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, 17C. എന്തേ മഹാരാഷ്ട്രയിൽ അത് കൊടുക്കാതിരുന്നത്? അത് ചോദിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധി അങ്ങനെ പറയുന്നു, കോൺഗ്രസ് ഇങ്ങനെ പറയുന്നു. ലീവ് ഇറ്റ് രാഹുൽ ഗാന്ധി ഓർ കോൺഗ്രസ്. ഇതൊരു ജെന്യൂൻ ഇന്ത്യക്കാരൻ്റെ, ഇന്ത്യൻ വോട്ടറുടെ ആശങ്കയാണ്. ദിസ് ഈസ് മൈ ചോയ്സ്. ആര് ഭരിക്കണം എന്നെ എന്ന് തീരുമാനിക്കാനുള്ള 5 വർഷത്തിൽ കൂടുതലുള്ള ഒരു പൗരൻ്റെ, ഒരു വോട്ടറുടെ അവകാശത്തെയാണ് കളങ്കപ്പെടുത്തുന്നത്. ആ കളങ്കപ്പെടുത്തുന്നത് നമ്മുടെ പവിത്രമായ, ഏറ്റവും സത്യസന്ധമായി പ്രവർത്തിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് കളങ്കപ്പെടുത്തുന്നത്. അത് ചോദിക്കുമ്പോൾ അത് കളങ്കം നീക്കാനും ആ സത്യസന്ധമായി പ്രവർത്തിക്കാനും ബാധ്യസ്ഥരായ ഒരു സ്ഥാപനം പറയുമ്പോൾ അത് സംശയങ്ങൾ കൂടുതൽ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്, ദൂരീകരിക്കുന്നതിന് പകരം. അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതൊരു ചെറിയൊരു രാഷ്ട്രീയ ഇഷ്യൂ അല്ലത്. അത് വോട്ടർമാരുടെ എണ്ണത്തിലോ അതല്ല, ഇലക്ഷൻ പെറ്റീഷനിൽ കൂടി ഈ വോട്ടർമാരുടെ എണ്ണം വ്യാജമായി ചേർത്താൽ ഒരു എഗ്രസീവായ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ കൂടി അത് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. യു ക്യാൻ സമ്മൺ. അതാണ് ഈ K. സുധാകരൻ്റെ ഇലക്ഷനിൽ ഇടക്കാട് നടന്ന സംഭവമാണ്. അതിശക്തമായ ഒരു ക്യാമ്പയിൻ, ഒരു വർക്ക്. ഇലക്ഷൻ കേരള ചരിത്രത്തിൽ അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഇന്ന് വരെ നടന്നിട്ടുണ്ടാവില്ല. കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ മറ്റൊരു ആരോപണം ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്, നാളെ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ്, അപ്പോൾ അത് തോക്കും എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ നടപടിയാണിതെന്ന് കൂടി പറയുന്നുണ്ട് ജിൻഡോ. അല്ല, ഇത് ഞങ്ങൾ തോൽക്കുന്നത് കൊണ്ട് പറയുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. ഞങ്ങൾ ജയിക്കുമ്പോഴും ഇതേ ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തോറ്റതിന് തുല്യമായിട്ട് നരേന്ദ്രമോദി ജയിച്ചതിനേക്കാൾ വലിയ ആവേശത്തോടെ ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ചെന്നപ്പോൾ
ഞങ്ങൾ അപ്പോഴും പറയുന്നു 140 മണ്ഡലങ്ങളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന്. കാരണം എന്താ, ഒരു മണ്ഡലത്തിൽ ഈ ക്രമക്കേട് നടന്ന മണ്ഡലങ്ങളിൽ ബൂത്തിൽ 2 വോട്ട് തൊട്ട് 3811 വോട്ട് വരെ അധികം എണ്ണിയ സ്ഥലങ്ങളുണ്ട്. പല സ്ഥലത്തും 16,000-ഓളം വോട്ടുകൾ കുറവ് എണ്ണിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജയിച്ചപ്പോഴും ഈ ആക്ഷേപമുണ്ട്. ഇനി ഞങ്ങളുടെ ആക്ഷേപമാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മഹായുദ്ധി സഖ്യത്തിനോടൊപ്പം മത്സരിച്ച രാജ് താക്കറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന്. അതിനെക്കുറിച്ച് ഈ സംഘപരിവാർ നേതാവ് ഒന്ന് മറുപടി പറയണം. രാജ് താക്കറെ നിങ്ങളുടെ മുന്നണിയിലാണല്ലോ മത്സരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് തോറ്റുപോകാനുള്ള കാരണം ഈ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷവും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പറയുന്നു വോട്ടിംഗ് മെഷീനിൽ നിന്ന് ബാലറ്റിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ BJP മാത്രം എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? BJPയും ഇലക്ഷൻ കമ്മീഷനും മാത്രമാണ് വോട്ടിംഗ് മെഷീനെ വിശ്വാസതയുള്ളൂ. ബാക്കി മുഴുവൻ പ്രതിപക്ഷത്തിനും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിശ്വാസമില്ല. തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാത്രം ഇതിനെ കടിച്ചു തൂങ്ങുന്നേ. നമുക്ക് ബാലറ്റ് പേപ്പറിലൊന്ന് പരീക്ഷ എന്താ കുഴപ്പം? അപ്പോൾ നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാനുണ്ട്. രണ്ടാമത്തത്, ഈ മഹാരാഷ്ട്രയിൽ തന്നെ സോലാപൂർ മണ്ഡലത്തിലെ മർക്കട്ട്വാടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ വോട്ട് കൂടുതൽ കിട്ടിയത് BJPയുടെ സ്ഥാനാർത്ഥിക്കാണ്. ആ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ അവർ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസിനെ അണിനിരത്തിയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടുത്തിയത്. നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു, വോട്ട് കിട്ടിയത് BJPക്ക്. അപ്പോൾ അതിന്റെ ലോജിക്ക് എന്താ? ഇനി അടുത്തത്, ഈ മഹാരാഷ്ട്രയിൽ തന്നെ നമ്മൾ എടുത്താൽ 9.5 കോടിയാണ് അവിടുത്തെ പ്രായപൂർത്തിയായ ആളുകളുടെ എണ്ണം പറയുന്നത്. അവിടുത്തെ സാമ്പിൾ സർവേ, ആരോഗ്യ വകുപ്പിന്റെ സർവേ, മറ്റ് സർവേകളൊക്കെ പരിശോധിക്കുമ്പോൾ പക്ഷേ അവിടുത്തെ വോട്ടർ പട്ടികയിലുള്ളത് 9.7 കോടി ആളുകളാണ്. അപ്പോൾ അവിടുത്തെ പ്രായപൂർത്തിയായ ആളുകളെക്കാൾ കൂടുതൽ വോട്ടർ പട്ടികയിൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കാണ്. 2, ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് നാളെ എന്നാണെന്നല്ലേ ഈ പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട്, അജിംസ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാണ് പോൾ ചെയ്തു? നമ്മുടെ മുമ്പിൽ 60% വോട്ടെന്നാണ്. ഈ ശതമാനം വിട്ടിട്ട് എത്ര വോട്ട് എണ്ണം പറയണ്ടേ? എത്ര വോട്ട് അവിടെ പോൾ ചെയ്തു? ഓരോ മണ്ഡലത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു? ഡിജിറ്റൽ ഇന്ത്യയുടെ കാലത്ത് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് കിട്ടണ്ടേ? ഇന്ന മണ്ഡലത്തിൽ ഇത്ര വോട്ട് പോൾ ചെയ്തു എന്നറിയണ്ടേ? ഈ പോൾ ചെയ്ത വോട്ടാണോ നാളെ എണ്ണുന്നത് നമുക്കറിയണ്ടേ? എത്ര വോട്ടാണ് പോൾ ചെയ്തതെന്ന് അറിഞ്ഞാലല്ലേ എണ്ണുന്ന സമയത്ത് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് പറയുന്നില്ല. ഇനി കോടതികളെ വിശ്വാസമില്ലെന്ന്, ഞങ്ങൾക്ക് രഞ്ജൻ ഗൊഗോയുടെ, P സദാശിവത്തിന്റെ, അങ്ങനെ പല കോടതികളെയും ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ഇവരൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധികളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ഈശ്വരനോട് ചോദിച്ചിട്ട് വിധി പറയുന്നതെന്ന് പറയുന്ന ജഡ്ജിമാരെ ഞങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസക്കുറവുണ്ടാവും. അത് ഈ രാജ്യത്തെ മുഴുവൻ നീതിന്യായ സംവിധാനത്തെ അല്ല ഞങ്ങളുടെ വിശ്വാസക്കുറവ്. ചില ജഡ്ജിമാരുടെ പ്രത്യേകമായിട്ടുള്ള വിധികളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് സംശയവും വേണ്ട. ഈ രാജ്യത്ത് വിവരാവകാശ നിയമം, അത് നിയമം മൂലം വിവരാവകാശം ഒരു പൗരന്റെ ഇത്തരം പരാതികൾ ചെന്നാൽ അതെങ്ങനെ പരിഗണിക്കപ്പെടും? അപ്പോഴും നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാവുമോ? ഈ സംശയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമോ? അറിയില്ല. മറുപടി എവിടെ നിന്ന് ലഭിക്കുമെന്ന് ഇപ്പോഴും സാധാരണ പൗരന് മറുപടിയില്ല, അറിയില്ല. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ അസഫ് അലി, ശ്രീ ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടവേള.